JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ നിലവിൽ പൂർത്തിയായ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? പാലില് കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിൻ ഉണ്ട്. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? വിറ്റാമിൻ എ ആണല്ലേ. പാലിൽ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളായ എ, ഡി, ഇ, കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയില് വിറ്റാമിൻ എ കാഴ്ച ശക്തിക്കും പ്രതിരോധ ശേഷിക്കും പ്രധാനമാണ്. അപ്പോൾ പാലിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയില് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിനുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ് അല്ലേ. വിറ്റാമിൻ ബി കോംപ്ലക്സ്, ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. പാലിൽ B2, റീബോഫ്ലാവിൻ, B12 തുടങ്ങിയവ കാണപ്പെടുന്നു. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി കോംപ്ലക്സ്. അടുത്ത ചോദ്യം. പാലിൽ കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിനുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് പാലിൽ കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. വിറ്റാമിൻ സി ആണല്ലേ. പാലിൽ വിറ്റാമിൻ സി വളരെ കുറവാണ്. ചൂടാക്കൽ കാരണം ഇതിന്റെ അളവ് കുറയാം. അപ്പോൾ പാലിൽ കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അടുത്ത ചോദ്യം. തൈര് ഉണ്ടാകുമ്പോൾ ഏത് വിറ്റാമിന്റെ അളവ് വർദ്ധിക്കുന്നു? തൈര് ഉണ്ടാകുമ്പോൾ ഏത് വിറ്റാമിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? 4 വിറ്റാമിൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വിറ്റാമിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഏതാണ്? വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ അളവാണ് വർദ്ധിക്കുന്നത് അല്ലെ. തൈര് രൂപപ്പെടുമ്പോൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ബി ഗ്രൂപ്പ് വിറ്റാമിനുകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ തൈര് ഉണ്ടാവുമ്പോൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് അളവ് വർദ്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. വെണ്ണ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിനുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെണ്ണ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാ ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? വിറ്റാമിൻ എ ആണല്ലേ. വെണ്ണ കൊഴുപ്പ് കൂടുതലുള്ളതിനാല് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിനുകൾ എ, ഡി കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ വെണ്ണ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അടുത്ത ചോദ്യം. പാൽ ഉൽപ്പന്നങ്ങളിൽ പ്രൊബയോട്ടിക് ഗുണമുള്ളത് ഏതാണ്? പാൽ ഉൽപ്പന്നങ്ങളില് പ്രോബയോട്ടിക് ഗുണമുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. തൈരാണല്ലേ. പാൽ ഉൽപ്പന്നങ്ങളില് പ്രോബയോട്ടിക് ഗുണമുള്ളത് തൈര്. തൈറിൽ ജീവിച്ചിരിക്കുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഉള്ളതിനാല് ഇത് പ്രോബയോട്ടിക് ആഹാരമാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക. പാൽ ഉൽപ്പന്നങ്ങളില് പ്രോബയോട്ടിക് ഗുണമുള്ളത് തൈര്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയില് ഫെർമെന്റഡ് പാൽ ഉൽപ്പന്നം ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഫെർമെന്റഡ് പാൽ ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. തൈരാണല്ലേ. ബാക്ടീരിയയുടെ പ്രവർത്തനത്തിലൂടെ പാൽ പുളിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് തൈര്. അപ്പോൾ ഫെർമെന്റഡ് പാൽ ഉൽപ്പന്നം ഏതാണ്? തൈര്. അടുത്ത ചോദ്യം. പാലിലെ റിബോഫ്ലാവിൻ വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രോഗം. പാലിലെ റീബോഫ്ലാവിൻ വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? 4 രോഗങ്ങളുടെ പേര് താഴെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? വിറ്റാമിൻ സി ആണല്ലേ. അരിബോഫ്ലാവിനോസിസ്. റിബോഫ്ലാവിൻ കുറവുണ്ടെങ്കിൽ വായ്പുണ്ണ്, ചർമ്മ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. അപ്പോൾ പാലിലെ റീബോഫ്ലാവിൻ കുറവുണ്ടാകുന്ന രോഗമാണ് അരിബോഫ്ലാവിനോസിസ്. അടുത്ത ചോദ്യം. പാലിൽ നിന്ന് നിർമ്മിക്കുന്ന കട്ടിയായ മധുരമുള്ള ഉൽപ്പന്നം ഏതാണ്? പാലിൽ നിന്ന് നിർമ്മിക്കുന്ന കട്ടിയായ മധുരമുള്ള ഉൽപ്പന്നം ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ ബി ആണല്ലേ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് അല്ലെ. പാൽ ചൂടാക്കി വെള്ളം ഭാഗികമായി നീക്കം ചെയ്ത് പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ പാലിൽ നിന്ന് നിർമ്മിക്കുന്ന കട്ടിയായ മധുരമുള്ള ഉൽപ്പന്നമാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? വിറ്റാമിൻ ഡിയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കാൽസ്യം ആഗിരണമാണ് അല്ലെ. വിറ്റാമിൻ ഡി ശരീരത്തില് കാൽസ്യം ശരിയായി ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പാലിൽ ഇത് ചെറിയ അളവില് കാണപ്പെടുന്നു, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയില് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയില് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്ത ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പ് ലയിക്കുന്നവയാണ്. വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിക്കുന്നു. അപ്പോൾ വിറ്റാമിൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സ്കിൻഡ് മിൽക്കില് കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സ്കിൻഡ് മിൽക്കില് കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്കിൻഡ് മിൽക്കില് കുറവായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഏതാണ്? വിറ്റാമിൻ എ ആണല്ലേ. സ്കിൻഡ് മിൽക്കില് കൊഴുപ്പ് നീക്കം ചെയ്തതിനാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിനുകൾ അതായത് എ, ഡി കുറയും. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ പാൽ ഉൽപ്പന്നം ഏത്? താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ പാൽ ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വെണ്ണയാണല്ലേ. വെണ്ണയിൽ ഏകദേശം 80% വരെ കൊഴുപ്പ് അടങ്ങിയിരിക്കും. അടുത്ത ചോദ്യം, പനീർ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പനീർ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ആസിഡ് ചേർത്ത് കട്ടപിടുത്തം, അതായത് നാരങ്ങ നീര് വിനാഗിരി ചേർത്ത് പാൽ കട്ടപിടിപ്പിച്ച് പനീർ ഉണ്ടാക്കുന്നു. അപ്പോൾ പനീർ ഉണ്ടാക്കുന്ന ഏത് പ്രക്രിയയിലൂടെയാണ്? ആസിഡ് ചേർത്ത് കട്ടപിടുത്തം. അടുത്ത ചോദ്യം, തൈരില് ലാക്ടോസ് എന്താകുന്നു? തൈരില് ലാക്ടോസ് എന്താകുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ലാക്റ്റിക് ആസിഡ്. തൈരിൽ ലാക്ടോസ് എന്താകുന്നു? ലാക്റ്റിക് ആസിഡ് ആകുന്നു അല്ലെ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, പാലിലെ വിറ്റാമിൻ B12 പ്രധാന ഉറവിടം എന്താണ്? പാലിലെ വിറ്റാമിൻ B12 പ്രധാന ഉറവിടം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. മൃഗജന്യ ഭക്ഷണം, അതായത് B12 പ്രധാനമായും മൃഗജന്യ ഭക്ഷണങ്ങളിൽ മാത്രമേ കാണപ്പെടൂ. അതിനാൽ പാൽ നല്ല ഉറവിടമാണ്. അടുത്ത ചോദ്യം, റിക്കറ്റ്സ് രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ കുറവിനാലാണ്? റിക്കറ്റ്സ് രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ കുറവിനാലാണ്? 4 വിറ്റാമിൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് റിക്കറ്റ്സ് രോഗം ഉണ്ടാകുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടാണല്ലേ. വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകും. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ നോൺ ഫെർമെന്റഡ് ഡയറി പ്രൊഡക്റ്റ് ഏത്? താഴെ പറയുന്നതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നോൺ ഫെർമെന്റഡ് ഡയറി പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. സ്കിൻഡ് മിൽക്ക്, അതായത് തൈര്, ലസ്സി എന്നിവ ഫെർമെന്റഡ് ഉൽപ്പന്നങ്ങളാണ്. സ്കിൻഡ് മിൽക്ക് ഫെർമെന്റഡ് അല്ല. അടുത്ത ചോദ്യം, UHT മിൽക്കിന്റെ പ്രധാന ഗുണം എന്താണ്? UHT മിൽക്കിന്റെ പ്രധാന ഗുണം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദീർഘകാല സംഭരണം, അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ, അതായത് UHT ചികിത്സ കാരണം UHT പാല് നീണ്ടു നിൽക്കുന്ന ഷെൽഫ് ലൈഫ് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, പാലിലെ വിറ്റാമിൻ എയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? പാലിലെ വിറ്റാമിൻ എയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കാഴ്ചശക്തി മെച്ചപ്പെടുത്തൽ. വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, പാലിലെ വിറ്റാമിൻ എയുടെ പ്രധാന പ്രവർത്തനം കാഴ്ചശക്തി മെച്ചപ്പെടുത്തൽ. അടുത്ത ചോദ്യം, പാലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രധാന ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ഏതാണ്? പാലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രധാന ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വിറ്റാമിൻ ഇ ആണല്ലേ. വിറ്റാമിൻ ഇ ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് കൊഴുപ്പ് ലയിക്കുന്ന
വിറ്റാമിൻ ആണ്. അപ്പോൾ പാലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രധാന ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ഇ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നത് എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഈ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിറ്റാമിനുകൾ ചേർത്ത പാല്. വിറ്റാമിൻ എ, ഡി എന്നിവ ചേർത്ത് പോഷകമൂല്യം വർദ്ധിപ്പിച്ച പാലിനെയാണ് ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നത് എന്താണ്? വിറ്റാമിനുകൾ ചേർത്ത പാല്. അടുത്ത ചോദ്യം, പാസ്ചറൈസേഷൻ പ്രധാനമായും നശിപ്പിക്കുന്നത് എന്താണ്? പാസ്ചറൈസേഷൻ പ്രധാനമായും നശിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, രോഗകാരി സൂക്ഷ്മാണുക്കള്. പാസ്ചറൈസേഷൻ വഴി രോഗകാരിയായ ബാക്ടീരിയകള് നശിക്കുന്നു, പക്ഷേ പോഷകമൂല്യത്തിൽ വലിയ കുറവ് വരില്ല. അടുത്ത ചോദ്യം, പാലിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബി വിറ്റാമിൻ ഏതാണ്? പാലിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബി വിറ്റാമിൻ ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, B2, അതായത് റിബോഫ്ലാവിൻ. റിബോഫ്ലാവിൻ പാലിലെ കൂടുതലായി കാണപ്പെടുന്നു, അതുകൊണ്ടാണ് പാലിന് സ്വല്പം മഞ്ഞ നിറം കാണുന്നത്. അടുത്ത ചോദ്യം, ഗീ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏത് വിറ്റാമിൻ ആണ്? ഗീ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏത് വിറ്റാമിൻ ആണ്? 4 വിറ്റാമിന്റെ പേര് താഴെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ വിറ്റാമിൻ ആണ് ഗീ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? വിറ്റാമിൻ എ ആണല്ലേ. ഗീ കൊഴുപ്പ് സമ്പന്നമായതിനാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിനുകൾ അടങ്ങിയിരിക്കും. അടുത്ത ചോദ്യം, ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവർക്ക് ഏത് ഉൽപ്പന്നം കൂടുതൽ അനുയോജ്യമാണ്? ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവർക്ക് ഏത് ഉൽപ്പന്നം കൂടുതൽ അനുയോജ്യമാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൈരാണല്ലേ. തൈരില് ലാക്ടോസ് ഭാഗികമായി ലാക്ടിക് ആസിഡായി മാറിയതിനാൽ ഇത് എളുപ്പം ദഹിക്കും. അതുകൊണ്ട് ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവർക്ക് ഏത് ഉൽപ്പന്നം കൂടുതലായി അനുയോജ്യമാണ്? തൈര്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ കാൽസ്യം ആഗിരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. പാലില് കാൽസ്യം ആഗിരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വിറ്റാമിൻ ഡി ആണല്ലേ. വിറ്റാമിൻ ഡി ശരീരത്തില് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വേ പ്രൊഡക്റ്റ് ഏതാണ്? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേ പ്രൊഡക്റ്റ് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വേ പ്രോട്ടീൻ പൗഡർ. പനീർ ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന ദ്രാവക ഭാഗം വേ ആണ്. അതിൽ നിന്നാണ് വേ പ്രോട്ടീൻ പൗഡർ നിർമ്മിക്കുന്നത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പാലിൽ വിറ്റാമിൻ കെയുടെ പ്രധാന പ്രവർത്തനം. പാലില് വിറ്റാമിൻ കെയുടെ പ്രധാന പ്രവർത്തനം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, രക്തം കട്ടപിടിക്കാൻ. വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഉൽപ്പന്നം ഏത്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പനീർ ആണല്ലേ. പനീർ കേസിൻ പ്രോട്ടീൻ സമ്പന്നമായ ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹോമോജനൈസേഷൻ പ്രക്രിയയുടെ ലക്ഷ്യം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കൊഴുപ്പ് തുള്ളികള് ചെറുതാക്കല്. ഹോമോജനൈസേഷൻ വഴി കൊഴുപ്പ് തുള്ളികള് ഒരേപോലെ വിതരണമാകും. അപ്പോൾ ഹോമോജനൈസേഷൻ പ്രക്രിയയുടെ ലക്ഷ്യം കൊഴുപ്പ് തുള്ളികള് ചെറുതാക്കലാണ്. അടുത്ത ചോദ്യം, പാലിൽ ഫോളിക് ആസിഡ് ഏത് വിറ്റാമിൻ ഗ്രൂപ്പിൽ പെടുന്നു? പാലില് ഫോളിക് ആസിഡ് ഏത് വിറ്റാമിൻ ഗ്രൂപ്പിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിറ്റാമിൻ B9. ഫോളിക് ആസിഡ് ബി കോംപ്ലക്സ് വിറ്റാമിൻ ആണ്. പാലില് ഫോളിക് ആസിഡ് ഏത് വിറ്റാമിൻ ഗ്രൂപ്പിൽ പെടുന്നു? വിറ്റാമിൻ B9. അടുത്ത ചോദ്യം, ചീസ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന എൻസൈം. ചീസ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, റെനിൻ ആണല്ലേ. റെനിൻ കേസിൻ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ചീസ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെനിൻ. അടുത്ത ചോദ്യം,
പാലിൽ ഏറ്റവും കുറവായി കാണപ്പെടുന്ന ഖനിജം. പാലിൽ ഏറ്റവും കുറവായി കാണപ്പെടുന്ന ഖനിജം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഇരുമ്പാണല്ലേ. പാലിൽ ഇരുമ്പ് വളരെ കുറവാണ്. അടുത്ത ചോദ്യം, സ്കർവി രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ കുറവിനാലാണ്? സ്കർവി രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ കുറവിനാലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വിറ്റാമിൻ സി ആണല്ലേ. വിറ്റാമിൻ സി കുറവുണ്ടെങ്കിൽ സ്കർവി ഉണ്ടാകും. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ദീർഘകാലം സൂക്ഷിക്കാവുന്ന ഉൽപ്പന്നം ഏത്? താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ദീർഘകാലം സൂക്ഷിക്കാനാകുന്ന ഉൽപ്പന്നം ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? പൗഡർ മിൽക്ക് ആണ് അല്ലേ. ഈർപ്പം നീക്കം ചെയ്തതിനാൽ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. അപ്പോൾ ദീർഘകാലം സൂക്ഷിക്കാവുന്ന ഉൽപ്പന്നം ഏതാണ്? പൗഡർ മിൽക്ക്. അടുത്ത ചോദ്യം, ലസ്സി ഏത് വിഭാഗത്തിൽ പെടുന്നു? ലസ്സി ഏത് വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ലസ്സി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫെർമെന്റഡ്, അതായത് തൈരില് നിന്നുണ്ടാകുന്നതിനാൽ ഇത് ഫെർമെന്റഡ് ഉൽപ്പന്നമാണ്. അടുത്ത ചോദ്യം, പാലിലെ പ്രോട്ടീൻ, പ്രധാന പ്രോട്ടീൻ, പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? കേസിൻ ആണ് അല്ലെ. പാലിൽ ഏകദേശം 80% പ്രോട്ടീനും കേസിനാണ്. അടുത്ത ചോദ്യം, പാലിന്റെ മഞ്ഞ നിറത്തിന് പ്രധാന കാരണം, പാലിന്റെ മഞ്ഞ നിറത്തിന് പ്രധാന കാരണം എന്താണ്? റിബോഫ്ലാവിൻ ആണ് അല്ലെ. വിറ്റാമിൻ B2 അതായത് റിബോഫ്ലാവിൻ മഞ്ഞ നിറം നൽകുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ലാക്ടോസ് ഫ്രീ ഉൽപ്പന്നം ഏത്? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ലാക്ടോസ് ഫ്രീ ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ലാക്ടോസ് ചേർത്ത പാല്. ലാക്ടോസ് എൻസൈം ചേർത്ത ലാക്ടോസ് പൊളിച്ച് ലാക്ടോസ് ഫ്രീ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ലാക്ടോസ് ഫ്രീ ഉൽപ്പന്നം ഏതാണ്? ലാക്ടോസ് ചേർത്ത പാല്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.